നമസ്കാരം, മെട്രോ മാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം. സിനിമാ മേഖലയിലെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. പല നടിമാരും ലൈംഗിക അതിക്രമത്തിന് ഇരയായെന്നും കടുത്ത നീതി നിഷേധമാണ് സിനിമാ മേഖലയിൽ നടക്കുന്നതെന്നും റിപ്പോർട്ടിലുണ്ട്. ഇതിനോടകം തന്നെ നിരവധി പേരാണ് പ്രതികരണങ്ങളുമായി എത്തിയത്. ഇപ്പോഴിതാ കൃഷ്ണകുമാർ നടത്തിയൊരു പരാമർശം വലിയ വിമർശനത്തിന് വഴിവെച്ചിരിക്കുകയാണ്. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള കൃഷ്ണകുമാറിന്റെ വാക്കുകളാണ് വിമർശനത്തിന് കാരണമായത്. വിവാഹത്തിന് എല്ലാവരും ധരിക്കുന്ന വസ്ത്രത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനിടെ വിവാഹത്തിന് അച്ഛൻ ധരിക്കുന്ന വസ്ത്രം കാണേണ്ടേ എന്ന് സിന്ധു മകൾ ദിയയോട് ചോദിക്കുന്നുണ്ട്. ഇതിനിടെ നീ എന്താണ് പറയുന്നത്? അച്ഛന്റെ കല്യാണമെന്നോ? നീ പറയുന്നത് കേട്ടാൽ ഞാൻ വീണ്ടും കെട്ടാൻ പോവുകയാണെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കുമെന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത്. നീ ഒന്നും പറയല്ലേ? ഓരോ കമ്മീഷനൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. ചുമ്മാ കല്യാണം എന്നൊന്നും പറയല്ലേ. നീ എന്റെ വാതിലൊന്നും വന്ന് മുട്ടല്ലേ എന്ന് പറഞ്ഞ് കൃഷ്ണകുമാർ പൊട്ടിച്ചിരിക്കുകയാണ്. എന്നാൽ കൂടെ ഇരുന്ന മകൾ തനിക്ക് അച്ഛൻ പറഞ്ഞതൊന്നും മനസ്സിലായില്ലെന്ന് പറയുമ്പോൾ ഇതൊന്നും മനസ്സിലാക്കേണ്ടെന്നായിരുന്നു കൃഷ്ണകുമാറിന്റെയും ഭാര്യയുടെയും പ്രതികരണം. ജീവിക്കാൻ പഠിച്ചാൽ മതിയെന്നും കൃഷ്ണകുമാർ പറയുന്നുണ്ട്. അതേസമയം വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് വിമർശനവുമായി എത്തുന്നത്. 4 പെൺമക്കളുടെ അച്ഛനാണ് സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ചൊക്കെ പറഞ്ഞ് അവസാനം ഹേമ കമ്മീഷനെ അപമാനിക്കുന്നു. നിസ്സഹായയായ സ്ത്രീ അതിൽ പങ്കുചേരുന്നു. എന്തൊരു വിരോധാഭാസം എന്നാണ് ഒരാൾ കമന്റ് ചെയ്തത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന 15 അംഗ പവർ ഗ്രൂപ്പിനെ സംബന്ധിച്ചുള്ള ചർച്ച മുറുകുകയാണ്. മലയാള സിനിമയെ നിയന്ത്രിച്ചിരുന്നത് ഈ 15 പേരാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇതോടെ ഈ പവർ ഗ്രൂപ്പിൽ ആരൊക്കെയാണെന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. വിഷയത്തിൽ സംവിധായകൻ വിനയനായിരുന്നു ആദ്യം തുറന്നടിച്ച് രംഗത്തെത്തിയത്. ഇത്രയും കാലം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചതിന് കാരണക്കാർ തന്നെ ഈ സംഘമാണെന്നായിരുന്നു വിനയൻ പറഞ്ഞത്. എന്നാൽ ഇവർ ആരൊക്കെയാണെന്ന പേര് പറയാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. കമ്മിറ്റി പുറത്തുവിടാത്ത പേരുകൾ ഞാൻ പറഞ്ഞ് അത് പ്രശ്നമാക്കുന്നില്ലെന്നായിരുന്നു വിനയൻ പറഞ്ഞത്. അതേസമയം മലയാള സിനിമയെ നിയന്ത്രിച്ചിരിക്കുന്ന ഈ ശക്തന്മാരെ കുറിച്ച് നേരത്തെ തന്നെ കോമ്പറ്റീഷൻ കമ്മീഷൻ ചില വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. തിലകൻ അടക്കം പലരെയും സിനിമയിൽ നിന്നും വെട്ടിയത് മമ്മൂട്ടിയും മോഹൻലാലും ദിലീപും അടക്കമുള്ള ലോബിയാണെന്നായിരുന്നു കമ്മീഷൻ കണ്ടെത്തൽ. സംവിധായകൻ വിനയന്റെ കേസിലാണ് ഇക്കാര്യങ്ങൾ കമ്മീഷൻ വ്യക്തമാക്കിയത്. നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ സംവിധായകൻ വിനയന് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന വിലക്ക് നീക്കിക്കൊണ്ട് 2017 കോമ്പറ്റീഷൻ കമ്മീഷൻ വിധി പുറപ്പെടുവിപ്പിച്ചത്. ഇതിലാണ് സിനിമയിലെ ലോബിയെ കുറിച്ചുള്ള പരാമർശമുള്ളത്. മമ്മൂട്ടിയും മോഹൻലാലും ദിലീപും ചേർന്നാണ് വിനയന്റെ സംരംഭമായ സിനിമ ഫോറത്തെ തകർത്തതെന്നാണ് കമ്മീഷൻ വിധിപ്പകർപ്പിൽ പറയുന്നത്. കുറഞ്ഞ ബജറ്റിൽ പുതുമുഖ താരങ്ങളെ വെച്ച് സിനിമയെടുക്കാൻ വിനയൻ നടത്തിയ ശ്രമമായിരുന്നു ഫോറം. അതേസമയം തന്നോട് വ്യക്തിപരമായി മമ്മൂട്ടിക്കും മോഹൻലാലിനും വിരോധമില്ലെന്ന് നേരത്തെ ഒരു അഭിമുഖത്തിൽ വിനയൻ പറഞ്ഞിട്ടുണ്ട്. പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് തനിക്കൊപ്പം നിന്നത് അന്ന് മമ്മൂട്ടിയാണ്. വിനയനോട് ചെയ്തത് ശരിയായില്ലെന്ന് അദ്ദേഹം അമ്മയുടെ ജനറൽ ബോഡി യോഗത്തിൽ പറഞ്ഞിരുന്നതായി വിനയൻ പറഞ്ഞിരുന്നു. ദിലീപിനൊപ്പം ഉള്ളവരാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമായതെന്നും വിനയൻ കുറ്റപ്പെടുത്തിയിരുന്നു. കലാസംവിധായകൻ അനിൽ കുമ്പഴയോട് വിനയന്റെ പടത്തിൽ പ്രവർത്തിക്കരുതെന്ന് ദിലീപ് നേരിട്ട് ആവശ്യപ്പെട്ടുവെന്ന് കമ്മീഷൻ കണ്ടെത്തിയിരുന്നു. വിനയൻ ദിലീപിനെതിരെ സംസാരിച്ചതോടെ മാക്ട എന്ന സംഘടന ദിലീപ് തകർത്തെന്നും ഇതിന് അമ്മയുടെ പിന്തുണ ലഭിച്ചതായും വിധിയിൽ പറയുന്നുണ്ട്.